പ്രിയപ്പെട്ട സഹോദരി സഹോദരികളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആരാധനക്രമത്തിലെ ദനഹകാലത്തിൻ്റെ സമാപന ഞായറാഴ്ചയിൽ വന്നെത്തി നിൽക്കുകയാണ്. അടുത്ത ഞായറാഴ്ച നോമ്പ് ആരംഭിക്കുക. ഈശ്വംശയുടെ പീഡാനുഭവ മരണ ഉത്ഥാന അനുഭവങ്ങൾ അനുസ്മരിക്കുന്ന ആഴ്ചയാണ് കടന്നു വരിക. ഇവിടെ നമ്മൾ വളരെ കൃത്യമായി നമ്മുടെ വിശ്വാസത്തിൻ്റെ കഥാതന്തു എന്താണ് എന്ന് വ്യക്തമായി എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും അതിനകത്ത് ക്ലാരിറ്റി നമുക്കുണ്ടാകേണ്ടതാണ്. നീ എന്നാ വിശ്വസിക്കുന്നത്? ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നു പറഞ്ഞാൽ ഉത്തരം പൂർണ്ണമാണ്. ബിലീവ് ഇൻ ജീസസ്, അത്രയേ ഉള്ളൂ. പിന്നീടാണ് ഈശോ ആരാകുന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കടന്നു വരിക. അത് കഴിഞ്ഞാണ് ഈശോയിൽ പിതാവ് എന്താ ചെയ്തതെന്നുള്ളതിനെ സംബന്ധിക്കുക. ഇത്രയും വരുമ്പോൾ വിശ്വാസം സത്യത്തെക്കുറിച്ച് അവബോധം ഉണ്ടായി. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. വാട്ട് ഡു യു ബിലീവ്? വാസ്തവത്തിൽ ഇംഗ്ലീഷാണ് കുറേ പ്രെസിഷൻ ഉള്ളത്. ഐ ബിലീവ് ഇൻ ജീസസ് ആൻഡ് ഐ ബിലീവ് ഇൻ ദ റിഡംപ്റ്റീവ് ആക്ട് ഡൺ ഇൻ ജീസസ് ബൈ ഹിസ് ഫാദർ. ഇത്രയും പറയാമെങ്കിൽ പെർഫെക്റ്റായി. ഐ ബിലീവ് ഇൻ ജീസസ് and I believe in the redemptive act done in the person of Jesus by God the Father. വളരെ ക്ലിയറാണ്. ഇപ്പം നമുക്ക് ഈ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ധനഹാകാലത്ത് എന്തായിരുന്നു വിചിന്തന വിഷയം? ഹൂ ജീസസ് ഈസ് എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദീകരണമാണ് നൽകിയത്. അതാണ് പരിസരത്തിന് സംഭവങ്ങൾ എടുത്ത് അനുസ്മരിപ്പിച്ചത്. പാപം മോചിക്കാൻ അധികാരമുണ്ടെന്ന്, മനുഷ്യപുത്രന് ഭൂമിയിൽ അധികാരമുണ്ടെന്ന് അറിയേണ്ടെന്ന് കട്ടിലെടുത്ത് നടക്കാൻ പറഞ്ഞ ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ പുത്രനാണ് അവിടുന്ന്. അപ്പം അതൊരു ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു പറയുമ്പോൾ ആ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ആഴമായ ധാരണ വേണം. ആരാണ്? അവനിലാണ് സർവ്വം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അവന് വേണ്ടിയാണ് സർവ്വം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അവൻ സഭയാവുന്ന ശരീരത്തിൻ്റെ ശിരസാണ്. ആകാശത്തിലും ഭൂമിയിലും പാതാളത്തുമെല്ലാം മുഴങ്കാലിന് മുമ്പിൽ മുട്ടുമടക്കുകയും ഈശോ കർത്താവാകുന്നു എന്ന് എല്ലാ നാളും ഏറ്റുപറയുകയും ചെയ്യും. അവൻ ദൈവത്തോളം സമാനത ഓഹിക്കാതെ തന്നെ താഴ്ത്തി മനുഷ്യൻ്റെ സാദൃശ്യത്തിനായി കുരിശുമരണത്തോളം താഴ്ത്തി. അതുകൊണ്ട് എല്ലാ നാമത്തേക്കാൾ ഉപരിയായ നാമം അവന് നൽകപ്പെട്ടു. അപ്പോൾ ഹൂ ജീസസ് ഈസ് പഠിപ്പിക്കണം. നമ്മൾ കുട്ടികളൊക്കെ പഠിപ്പിക്കേണ്ടത് അങ്ങനെയാണ്. 33 കോടി ദൈവങ്ങൾ വിശ്വസിക്കുന്നവരുണ്ട്. വിശ്വസിച്ചോട്ടെ. ദൈവീയ അംശങ്ങൾ അവരൊക്കെ പറയും അതേക്കുറിച്ച്. ഇവിടെ വൺ ഗോഡ് ആൻഡ് 3 പേഴ്സൺസ്. അപ്പോൾ ആ ഈശോ എന്ന് പറയുന്ന വ്യക്തി ആരാണ്? ദൈവത്തിൻ്റെ പുത്രനാണ്. സംശയലേശം എന്നെ കൃത്യമായിട്ട് പറഞ്ഞു. അബ്രഹാമത്തിന് മുമ്പ് ഞാനുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞില്ലേ? എല്ലാ കാര്യവും വളരെ വെളിവായിട്ട് തന്നെ പറയുന്നത്. വഴിയാണ്, സത്യമാണ്, ജീവനാണ്, പ്രകാശമാണ്. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി ജീവനിലെ അപ്പമാണ്. എന്നെ ഭക്ഷിക്കാൻ നിത്യം ജീവിക്കും. അതുകൊണ്ട് അവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് നിത്യജീവൻ. അപ്പോൾ ഈശോ ദൈവത്തിൻ്റെ പുത്രനാണ്. മാത്രമല്ല പിതാവ് അയച്ച അഭിഷിക്തനാണ്. മിശിഹ ഒരു ദൗത്യം നിർവഹിക്കാൻ വന്നവനാണ്. അവർ എന്ത് ദൗത്യമാണ്? മനുഷ്യൻ്റെ പാപപരിഹാരം. അതുകൊണ്ടാണ് കുരിശിൽ ചിന്തിയ രക്തം വഴി അവൻ പിതാവിനോട് നമ്മെ അനുരഞ്ജിപ്പിച്ചു എന്ന് പറയാൻ കാരണം അതാണ്. കുരിശിൽ ചിന്തിയ രക്തം വഴി അവൻ പിതാവ് നമ്മെ അനുരഞ്ജിപ്പിച്ചു. അനുരഞ്ജനം ഈശോയിൽ നിറവേറി. അപ്പം അതുകൊണ്ട് അവൾ മിശിഹായാണ്, അനോയിൻ്റാണ്, അഭിഷിക്തനാണ്, ക്രിസ്തു. അവിടുന്നാണ് നമുക്ക് വഴി കാട്ടിക്കുന്ന നല്ല ഇടയൻ. അവിടുന്നാണ് രാജൻ. നീ രാജാവാകുന്നു എന്ന് ചോദിച്ചല്ലോ. ആകുന്നു തന്നെയാണ് പറഞ്ഞത്. നീ വാഴ്ത്തപ്പെട്ട പുത്രനാണോ എന്ന് ചോദിച്ചല്ലോ. ആരാ ചോദിച്ച? പ്രധാനാചാര്യനെ ചോദിച്ചെന്ന് ഓർക്കണം. നീ വാഴ്ത്തപ്പെട്ടവൻ്റെ പുത്രനാകുന്നുവോ? ആകുന്നു എന്ന് മാത്രമല്ല, മനുഷ്യപുത്രൻ ശക്തിയുടെ മാനമെങ്കിലും കടന്നു വരുന്നത് നിങ്ങൾ കാണും എന്ന് വരെ പറയും. അതുകൊണ്ട് അതിന് സാക്ഷികളെക്കൊണ്ട് ആവശ്യമില്ല എന്ന് പറയാം. ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ഏറ്റു പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് വിശ്വാസത്തിന് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ദ പേഴ്സൺ ഓഫ് ജീസസ്. ഈശോയാണല്ല, എൻ്റെ ഈശോയിലാണ്. ഞാൻ ഈശോയോട് ജീവിക്കുന്നു. ഞാൻ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നു. ഈശോ എന്നിൽ ജീവിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈശോ ഒന്നാകുന്നു. എൻ്റെ ഈശോയുടെ കൂടെയാണ് ഞാൻ ചിന്തിക്കുകയും ഞാൻ സംസാരിക്കുകയും ഞാൻ ചരിക്കുകയും ഞാൻ ചലിക്കുകയും ഒക്കെ ചെയ്യും. രണ്ടാമത്തേത്, എൻ്റെ ഈശോ എനിക്ക് വേണ്ടി തിരുരക്തം ചിന്തി പാപപരിഹാരാർത്ഥം പീഡകൾ സഹിച്ചു, അടിയേറ്റു. അപ്പം അവിടുത്തെ അതിഭയങ്കരമായ പീഡനങ്ങളിലൂടെയാണ് എനിക്ക് മോചനം കിട്ടിയത്.
മനുഷ്യപുത്രം വന്നിരിക്കാൻ ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അതുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് മോചനദ്രവ്യമായിട്ട് സ്വയം നൽകപ്പെടാനും വേണ്ടിയിട്ടാണ്. മോചനദ്രവ്യമാണ്. കർത്താവ് തന്നെ തന്നെ നൽകി നമ്മെ വീണ്ടെടുക്കാനായി. അതിൻ്റെ രണ്ടാമത്തെ ഭാഗം തന്നെയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ വിശ്വാസത്തെ സംബന്ധിച്ച് നമുക്ക് പിന്നെ സംശയമൊന്നുമില്ല. ബാക്കി കാര്യങ്ങൾ വിശ്വാസ പ്രമാണത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ആരാണ് ഈ ദൈവം? ഈ ദൈവത്തിൽ 3 നാളുണ്ട്. ആരാണ് ഈശോ? അവിടുന്ന് എന്താ ചെയ്തത്? മനുഷ്യാവതാരത്തിലൂടെ എന്താ സംഭവിച്ചത്? അത് കഴിഞ്ഞ് എന്താ അതിനുശേഷം അവിടുന്ന് പുനരുത്ഥാനം ചെയ്ത് ബാക്കി എന്നാ സംഭവിക്കാൻ പോകുന്നത്? അവിടുന്ന് വീണ്ടും വരും. അതുവരെ എന്താ ചെയ്ത്? പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുണ്ട്, പഠിപ്പിച്ച കാര്യങ്ങളെ ബോധ്യപ്പെടുത്താനായി. പാപമോചനം നൽകിയിട്ടുണ്ട്. ഈശോ രണ്ടാമത് വരുമെന്നുള്ള പ്രത്യാശയിൽ മാറാനാത്ത കർത്താവ് വേഗം വരണം എന്ന പ്രത്യാശ ജീവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. അവിടെ വന്നു കഴിഞ്ഞ് എന്ത് ചെയ്യും? തൻ്റെ മക്കളെ തന്നോട് ചേർക്കും. മനുഷ്യപുത്രൻ വാനമേഘങ്ങൾ പ്രത്യക്ഷനാവും. ദൈവത്തിൻ്റെ ആജ്ഞാസുരം ഉയരുകയും പ്രധാനമല്ലാതെ കാഹളസ്വരം കേൾക്കുകയും ചെയ്യുമ്പം മനുഷ്യപുത്രൻ വാനമേഘങ്ങൾ പ്രത്യക്ഷനാകുമെന്ന് പറഞ്ഞിട്ട് പറയുക, നാമോ കർത്താവിലേക്ക് എടുക്കപ്പെടുന്ന എന്നും കർത്താവിനോട് ആയിരിക്കുകയും ചെയ്യും. നിങ്ങളിലും ഞാൻ നിങ്ങളിലും നാം പിതാവെങ്കിലുമായിരിക്കും. നാം എന്നും പിതാവിനൊപ്പമായിരിക്കും. ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ ദഹനകാലത്തിൻ്റെ കാര്യങ്ങൾ വ്യക്തമായി. നോമ്പ് കാലത്തേക്ക് കടക്കാൻ പോകുന്നത് എന്താണെന്ന് ക്ലിയറായി. നോമ്പ് കാലത്തേക്ക് കടക്കാൻ പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ മതിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ? പീഡകൾ സഹിക്കുന്ന കർത്താവിൻ്റെ കൂടെ ഞാനും. മനുഷ്യജീവിതത്തിൻ്റെ ക്ലേശങ്ങളും ദുഃഖങ്ങളും എല്ലാം അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ ഭാഗമായിട്ട് ഞാനും കാണുന്നു. എനിക്ക് പരാതിയില്ല. കർത്താവിൻ്റെ കുരിശിൽ കുറവുള്ളത് ഞാൻ എന്നിൽ പൂർത്തിയാക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. എൻ്റെ കുറവ് കർത്താവിൻ്റെ കുരിശിലുണ്ട്, അതുകൊണ്ട് ഞാനത് പൂർത്തിയാക്കുകയാണ്. അപ്പോൾ എന്നെ ഏൽപ്പിച്ച ദൗത്യത്തിന് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ചുമതലകൾ നിർവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനകൾ, കർത്താവ് അനുഭവിച്ച വേദനയുടെ ഭാഗമായിട്ട് ഞാൻ കാണുകയും എന്നെ തിരസ്കരിക്കുകയോ നിന്ദിക്കുകയോ തല്ലി പറയുകയോ പരിഹസിക്കുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് നമ്മൾ വായനകളിലേക്ക് കിടക്കാൻ ഇന്നത്തെ വളരെ ഭംഗിയായ രീതി ആദ്യത്തെ ഭാഗം വീണ്ടും 10 കൽപ്പനകളെക്കുറിച്ചാണ് പറയുന്നത്. വെളിപാടിന് ദൈവമാണ് നമ്മുടേത്, അല്ല മനുഷ്യൻ ചിന്തിച്ച് ധ്യാനിച്ച് കണ്ടെത്തിയ ദൈവമല്ലത്. മനുഷ്യനെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്ന് വെളിപ്പെടുത്തിയ ദൈവമാണ്. ദൈവം വിളിച്ച അബ്രഹാമിനെ അവിടുത്തെ ഒരു ജനം രൂപീകരിക്കപ്പെട്ടു. ആ ജനം ഹോറബ് മലയുടെ അടിവാരത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ മോശ പ്രതിനിധിയായിട്ട് മുകളിലേക്ക് ചെന്നു. ദൈവം വെളിപ്പെടുത്തി കൊടുത്തു 10 കൽപ്പനകൾ. ലോക മനസ്സാക്ഷിയെയും ലോക ജനതയെയും ലോക സംസ്കാരത്തെയും ഇത്രയും സ്വാധീനിച്ചിട്ടുള്ള വേറൊരു പ്രമാണവുമില്ല 10 കൽപ്പനകൾ പോലെ. ആദ്യത്തെ വായനയിലേക്ക് വരുമ്പോൾ ക്ലിയർ അല്ലേ ആരാണ് ദൈവം? ആദ്യത്തെ 4 കൽപ്പനകൾ മുഴുവൻ നേരത്തെ ദൈവത്തെ കേന്ദ്രീകരിച്ചും ബാക്കി 6 കൽപ്പന മനുഷ്യരെ കേന്ദ്രീകരിച്ചുമാണ്. ദൈവവും മനുഷ്യരും തമ്മിലുള്ള ബന്ധം നിരയായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം രക്ഷയുടെ വഴിയിലായി. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ഭാഗത്ത് ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ് എന്ന് പറഞ്ഞതിന് ശേഷം നീ മറ്റൊരു ദൈവത്തിൻ്റെ പുറകെ പോകരുത്, ഞാൻ അസഹിഷ്ണുമായ ദൈവമാണ്. കാരണം നീ പോയാൽ നീ നശിച്ചു പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അസഹിഷ്ണുവായിരിക്കുന്നത്. അതുകൊണ്ട് നീ മറ്റു ദൈവങ്ങളെ ആരാധിക്കാൻ പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ആകാശത്തിന് കീഴേ ഭൂമിക്ക് മുകളിലേക്ക് നല്ല മത്സ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഒന്നിൻ്റെയോ സൗന്ദര്യത്തിനോ ഒന്നിൻ്റെയോ പ്രതിമയുണ്ടാക്കി ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കരുതെന്നാണ് പറഞ്ഞത്. ഉണ്ടാക്കരുതെന്നല്ല പറയും, ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കരുത്. അതുകൊണ്ടാണ് പറഞ്ഞത് നീ സാബത്ത് ആചരിക്കണം, നിൻ്റെ ആഴ്ചയിൽ ഒരു ദിവസം കർത്താവിനായിട്ട് മാറ്റി വയ്ക്കണം. അതുകൊണ്ടാണ് കർത്താവ് നാമം നീ ദുരുപയോഗിക്കരുത്, അത് അർത്ഥപൂർണ്ണമായിട്ടായിരിക്കണം. നീ ഈ മന്ത്രവാദത്തിൻ്റെ പുറകെ പോകാൻ പാടില്ല, കൂടോത്രത്തിന് അഭിചാര പ്രവർത്തികൾ പറയാൻ പാടില്ല, കർത്താവിന് നാമം നീ അധിക്ഷേപിക്കാൻ പാടില്ല. പിന്നെയുള്ളതല്ലേ ബാക്കി കാര്യങ്ങൾ, മോറൽ തിയോളജി, അതിനെ കൊല്ലരുത്, വ്യഭിചാരം ചെയ്ത് കക്കരുത്, കള്ളസാക്ഷി പറയരുത്, അതിൻ്റെ വസ്തുക്കളെ എൻ്റെ ഭാര്യയെ ആഗ്രഹിക്കരുത്. ഇതൊക്കെ കാര്യങ്ങൾ, ഇത് ക്ലിയറായിട്ട് നമുക്കറിയാവുന്ന കാര്യം. അതുകൊണ്ട് പെട്ടെന്ന് നോക്കിക്കേ, പെട്ടെന്ന് കടന്നു പോകാം. ദൈവം അരുളി ചെയ്ത വചനങ്ങളാണ് പുറപ്പാടിൻ്റെ പുസ്തകം 20 അധ്യായം 1 തൊട്ട് 17 വരെ വാക്യങ്ങളിൽ. അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ്. വളരെ ആവർത്തിക്കുന്ന കാര്യമാണ്, ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ്. അതുകൊണ്ട് ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. മുകളിൽ ആകാശത്തിലും താഴെ ഭൂമിയിലും ഭൂമിക്കടിയിൽ ജലത്തിലോ ഒന്നിൻ്റെയും പ്രതിമ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. ആരാധിക്കാൻ നിർമ്മിക്കരുതെന്ന് പിന്നീട് പറയും. അപ്പോൾ അതുകൊണ്ട് വീണ്ടും പറയാം, അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്, ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കരുത്. എന്നാൽ ഞാൻ നിൻ്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ്.
സഹിക്കാൻ പറ്റില്ല നീ പോയി നശിക്കുന്നതേ. അത് അസഹിഷ്ണുത എന്ന് പറയുന്നത്. അതായത് മക്കൾക്ക് മക്കൾ പോയി നശിക്കുന്ന കാണാൻ പറ്റില്ല, ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറയുക, എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3ഉം 4ഉം തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. അതെന്തിനാ? വെറുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, പെറ്റുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നതിലൂടെ 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. അപ്പോൾ എന്താ വലുത്? 1000 തലമുറ എന്ന് പറഞ്ഞാൽ അനന്തമാണ്. അനന്തമായ കരുണയാണ് ഞാൻ. അതല്ലേ കർത്താവ് തന്നെ വെളിപ്പെടുത്തിയത്. അവിടുന്ന് കൃപാലുവാണ്, കോപിക്കുന്നത് വിമുഖനാണ്. വളരെ കൃത്യമായി നമ്മൾ പറഞ്ഞതല്ലേ, അവൻ മുഴുവൻ കരുണയാണ്. നിൻ്റെ ദൈവമായ കർത്താവ് നാമം വൃഥ ഉപയോഗിക്കരുത്. എൻ്റെ നാമം വൃഥ ഉപയോഗിക്കുന്നവനെ കർത്താവ് ശിക്ഷിക്കാതെ വിടുകയില്ല. തൻ്റെ നാമം സാപത്ത് വിശുദ്ധ ദിനമായി ആചരിക്കണമെന്ന് ഓർക്കുക. 6 ദിവസം അധ്വാനിക്കുക, എല്ലാ ജോലികളും ചെയ്യുക. എന്നാൽ 7-ാം ദിവസം നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സാപത്താണ്. സ്റ്റോപ്പ് ചെയ്യാം നിൻ്റെ ജോലികളെല്ലാം. സാപത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നിൻ്റെ ജോലികളെല്ലാം സ്റ്റോപ്പ് ചെയ്യാം, സാപത്താണ്. അന്ന് നീയോ നിൻ്റെ മകനോ മകളോ ദാസനോ ദാസിയോ നിൻ്റെ മൃഗങ്ങളോ അല്ലേ നിന്നോടൊത്ത് വസിക്കുന്ന പരദേശിയോ ഒരു വേലയും ചെയ്തതെന്നാൽ കർത്താവും ആ ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും വെള്ള സമത്വവും സൃഷ്ടിക്കുകയും 7-ാം ദിവസം അവിടുന്ന് വിശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ അവിടുന്ന് സാപത്തിനെ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആഴ്ചയിൽ മനുഷ്യന് നൽകപ്പെടുന്ന ഒരു ദിവസം അത് മനുഷ്യൻ്റെ ആത്മീയമാത്രം അല്ല ഫലം, അതിൻ്റെ ശാരീരികമായിട്ടും ഫലം പുറപ്പെടുവിക്കണമെന്നാണ്. നീ ശാന്തമായി ഒരു ദിവസം ദൈവസന്നിധിയിൽ വ്യാപരിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ നിൻ്റെ ആരോഗ്യം ഇരട്ടിക്കും. നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ്. നീ ദീർഘകാലം ജീവിക്കേണ്ടതിൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കണം. വളരെ കൃത്യമായ കൽപ്പനയാണ്. പിന്നീട് അങ്ങോട്ട് പറയുകയാണ്, നീ കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, അയൽക്കാരന് എതിരായി കള്ളസാക്ഷ്യം പറയരുത്. അപ്പോൾ അയൽക്കാരൻ്റെ ഭവനം മോഹിക്കരുത്, അവൻ്റെ ഭാര്യയെ മോഹിക്കരുത്. അപ്പോൾ അതുകൊണ്ട് ദാസനെയോ ദാസിയെയോ കാളയോ കഴുതിയോ അവൻ്റെ ഏതെങ്കിലും മറ്റെന്തെങ്കിലും സംഗതിയോ നീ സ്വന്തമാകാൻ മോഹിക്കരുത്. ഇതാണ് ആദ്യ പായനം. നമുക്ക് വിശദീകരിക്കേണ്ട കാര്യമില്ല, വളരെ ക്ലിയറായിട്ട് നമുക്കറിയാവുന്ന സംഗതിയാണ്. നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വിശ്വസിക്കുന്ന കാര്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം നമ്മെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായ ദൈവമാണ് എന്നതാണ്. നമ്മൾക്ക് പിന്നെ ഏതെങ്കിലും ആശയങ്ങളൊന്നുമല്ല നമ്മൾ സ്നേഹിക്കുന്നത്, ദൈവമാണ്. ആ ദൈവം വ്യക്തിയാണ്, നമ്മെ സ്നേഹിക്കാൻ കരുണ കാണിക്കുന്നവനാണ്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഒറ്റ വ്യക്തി എന്ന നിലയിൽ അതിനോട് സംസാരിക്കുന്നത് ഇൻ്റെ പേഴ്സണൽ റിലേഷൻഷിപ്പ്. നമ്മുടെ വിശ്വാസത്തിന് പ്രത്യേകതയാണ് വ്യക്തിബന്ധമാണ്. റിലിജിയൻ ഈസ് റിലേഷൻ. അപ്പോൾ ആ വ്യക്തിബന്ധത്തിൽ നിന്നുകൊണ്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം വിഗ്രഹാരാധന, ബഹുദൈവാരാധന നിഷിദ്ധമായ കാര്യമാണ്. അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈയിടെ എങ്ങോ ഒരു ദേവാലയത്തിൻ്റെ ഭിത്തിയിലെങ്ങാണ്ട് പൗലോസിയുടെ വാക്കുകൾ എഴുതി വെച്ചു. അതിനകത്ത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അച്ഛപാർശ്വം പാടില്ല, വിഗ്രഹാരാധന പാടില്ല. വിഗ്രഹാരാധന കണ്ടു കഴിയുമ്പോൾ അത് ഭയങ്കര പ്രക്ഷോഭം ഉണ്ടായിക്കൊണ്ട് വന്ന ആളുകൾ വന്നതൊക്കെ കമ്പിളി തേച്ച് മാറ്റി കാണിക്കുന്നതായിട്ട് ചിത്രീകരണം കണ്ടായിരുന്നു. മനുഷ്യന് ധാരണ ഇല്ലാത്തത് കൊണ്ടല്ലേ, വെറുതെ മനുഷ്യൻ്റെ ഉള്ളിൽ വർഗീയ വിദ്വേഷം കുത്തി ചൊലിപ്പിച്ചിട്ട് മനുഷ്യനെതിരെ ചിന്തിക്കുന്ന ധാരണ നമുക്കുണ്ടാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് മിഥ്യയൊന്നുമല്ല. അസഹിഷ്ണുത എന്ന് പറയുന്നത് കർത്താവിൻ്റെ അസഹിഷ്ണുത നാം രക്ഷിക്കപ്പെടണം എന്നുള്ള നിർബന്ധം കൊണ്ടുള്ളതാണ്. അതുകൊണ്ട് 2-ാം പ്രമാണം എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന പ്രത്യേകത 10 കൽപ്പനകൾ. ആദ്യത്തെ ഒരു കൽപ്പന 2 പ്രമാണങ്ങളായിട്ട് ചില വിഭാഗങ്ങൾ കാണുന്നുണ്ട്. യഹൂദർ ഉൾപ്പെടെയുള്ള പ്രോട്ടസ്റ്റൻ്റ് വിഭാഗങ്ങൾ അങ്ങനെ കാണുന്നുണ്ട്. കത്തോലിക്ക സഭ ഒരു കൽപ്പനയും അതിൻ്റെ വിശദീകരണമായിട്ട് കാണും. ഒരു കൽപ്പന നിതയമായ കർത്താവ് ഞാനാകുന്നു, അതിൻ്റെ വിശദീകരണമാണ്. അതുകൊണ്ട് ആകാശത്തിന് കീഴിലെ ഭൂമിയുടെ മുകളിലോ അല്ല വെള്ളത്തിലോ ഒന്നിനും പ്രതിമയുണ്ടാക്കുക അതിൻ്റെ വിശദീകരണമായിട്ട് കാണും. അതേസമയത്ത് 9-ാമത്തെ കൽപ്പന അന്യൻ്റെ ഭാര്യയും അന്യൻ്റെ വസ്തുക്കളെയും ആഗ്രഹിക്കുന്ന ഒരു കൽപ്പനയായിട്ട് ഇവർ കാണുന്നു. യഹൂദരും പ്രോട്ടസ്റ്റന്റുകാരും കാണുമ്പോൾ കത്തോലിക്ക സഭയെ തിരിച്ച് കാണുന്നത് രണ്ടും 2 കൽപ്പനയായിട്ടാണ്. കാരണം ഭാര്യയ്ക്ക് മറ്റ് മൃഗങ്ങളും മറ്റുള്ളതല്ല അവളുടെ മൂല്യം, അവൾ വളരെ വിലപ്പെട്ട. അതുകൊണ്ട് അന്യൻ്റെ ഭാര്യയെ മോഹിക്കുക എന്ന് പറയുന്നത് അതിൽ തന്നെ ഒരു കൽപ്പനയായിട്ട് കാണുമ്പോൾ അതാണ് അവിടെയും 2ആയിട്ട് കാണും. അപ്പോൾ അതുകൊണ്ട് 10 കൽപ്പന 10ആക്കിയിരിക്കുന്ന 2 വിധത്തിലാണെന്ന കാര്യം നാം മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ദൈവാരാധനയ്ക്കല്ലാതെ പ്രതിമ നിർവഹിക്കുന്നതിനെ മുടക്കുന്നില്ല.
അതങ്ങനെയല്ലേ കൃത്യം നമ്മൾ കാണുന്നില്ലേ? കെരൂബുകളെ ഉണ്ടാക്കാൻ ഈ ദൈവം തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നതും. പുറപ്പാടിൻ്റെ 25 അധ്യായത്തിൽ പറഞ്ഞില്ലേ, 18-21 വാക്യങ്ങൾ. പുറപ്പാട് 25-18-21 വാക്യങ്ങൾ കെരൂബുകളെ നിർമ്മിക്കാൻ പറഞ്ഞിട്ടില്ലേ? അതുപോലെ പിച്ചള സർപ്പത്തെ ഉണ്ടാക്കാൻ പറ്റില്ല. സംഖ്യയുടെ പുസ്തകം 21-8-9 വാക്യങ്ങൾ പിച്ചള സർപ്പത്തെ ഉണ്ടാക്കാൻ പറഞ്ഞില്ല. അതുകൊണ്ട് ആരാധിക്കാനായിട്ട് ഈ പ്രതിമ ഉണ്ടാക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ യേശുക്രിസ്തുവിൽ നമ്മൾ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ പുത്രൻ പൂർണ്ണമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്ന കാലത്തിൻ്റെ തികവയിൽ. അതുതന്നെ കൊളോസ്യൻ 1:15 പറയുന്നത് എന്താ? ഈശോ മിശിഹായിലാണ് എല്ലാം കേന്ദ്രീകരിച്ചിരിക്കും, എല്ലാം അവനിൽ അധിഷ്ഠിക്കപ്പെട്ടിരിക്കും. ഫിലിപ്പിയ ഞാൻ സൂചിപ്പിക്കാം 2:7 തന്നെ പറയുകയാണ്. അപ്പോൾ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപമായിട്ട് അവിടുന്ന് കർത്താവ് കടന്നു വന്നിരിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യ വായനയിൽ നിന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന പ്രധാനപ്പെട്ട സംഗതി എന്തൊക്കെയാണ്? ഓരോ പ്രമാണം എടുത്ത് നോക്കുക. ദൈവനിഷേധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതിനുള്ള അവകാശമുണ്ട്. ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കനുസരിച്ച് നിരീശ്വരനായിട്ട് ജീവിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്. പക്ഷേ വിശ്വാസി എന്ന് പറയുന്നവൻ ദൈവ വെളിപാട് സ്വീകരിച്ച വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഉൾക്കൊള്ളാനായിട്ട് കഴിയേണ്ടതാണ്. അപ്പം നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ട് പ്രത്യയശാസ്ത്രപരമായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നേരെ പോയാലും ശരി, ദൈവമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആനയിടാനോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മാന്ത്രിക ഉപയോഗമോ മറ്റാളുകൾ ചെല്ലുന്ന പോലെ ഏതെങ്കിലും ദൈവത്തെ നാമം വെച്ചുകൊണ്ടുള്ള മനുഷ്യൻ്റെ കാര്യങ്ങൾ സാധിക്കാനുള്ള പരിപാടി ഒന്നും ഉണ്ടാകാൻ പാടില്ല. അത് ദൈവദൂഷണമാണ്. അപ്പോൾ ദൈവദൂഷണം പറയാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർക്കേണ്ട. തന്നെ സാബത്ത് ആചരിക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ ഞാൻ സൂചിപ്പിച്ചതുപോലെ മനുഷ്യൻ്റെ വേണ്ടി, അവൻ്റെ ആത്മീയതയ്ക്ക് വേണ്ടി മാത്രമല്ല, അവൻ്റെ ആത്മീയത കൂടെ തന്നെ ആരോഗ്യത്തിനും കൂടി ആവശ്യമുള്ള ഒരു കാര്യമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റ് തരങ്ങളിലൊന്നും, അതായത് സാബത്ത് ആചരിക്കണമെന്ന് പറയുമ്പോൾ ഇത് പണ്ട് തൊട്ടേ ഇസ്രായേൽ ഉണ്ടാകുന്ന മുമ്പ് തന്നെയുള്ള സംഗതിയാണ്. അത് വേറെ വിധത്തിൽ അവർ കണ്ടിരുന്നത്. അത് ദുർദേവതയ്ക്ക് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആഴ്ചയിൽ ഒരു ദിവസം മാറ്റി വയ്ക്കുമായിരുന്നു. ആട്ടിടയന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ആടിനെ കൊണ്ട് ബലിയർപ്പിക്കും ദുർദേവതയ്ക്ക്. ദുർദേവതയൊന്നുമല്ല, ദൈവം തന്നെയാണ്. അവിടുന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്ത് തന്നെ ആരാധിക്കാൻ വേണ്ടി കൃത്യമായിട്ടൊരു ദിവസം നമുക്ക് നിശ്ചയിച്ച് തന്നിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് അവരത് ശനിയാഴ്ച, അതുകൊണ്ട് ശനിദശ ശനിദോഷം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടല്ലേ. നമ്മെ സംബന്ധിച്ച് ഞായറാഴ്ച ഉത്ഥാനത്തിന് ദിനമാണ്. അതുകൊണ്ട് ശനിയൊന്നും അതിനകത്തില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കൽപ്പന നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ദൈവസന്നിധിയിൽ അരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ പിന്നീട് അങ്ങോട്ട് 5-ാം കൽപ്പന തൊട്ട് അങ്ങ് പോവാം. അരുത് നെഗറ്റീവായിട്ട് കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത് എന്ന് പറയുന്ന സംഗതി. അതുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതം സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടിയുള്ള കൽപ്പനകളാണ്. സുരക്ഷിതത്വം അവന് നൽകപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് കൽപ്പന നൽകപ്പെട്ടിരിക്കും. കൊല്ലാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ മനസ്സിലിരിക്കണം. അതുകൊണ്ട് നീതിന്യായ കോടതി നിശ്ചയിക്കുന്ന അനുസരിച്ചുള്ള മരണം ആണെങ്കിൽ, വിധിയാണെങ്കിൽ അതിനകത്ത് നമ്മൾ തെറ്റൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നീതിന്യായ കോടതി പറഞ്ഞിരിക്കുന്ന കാര്യം അല്ല പ്രധാനമായിട്ട് ഉദ്ദേശിക്കുക. നീ വൈരാഗ്യപൂർവ്വം മറ്റാണ് കൊല്ലാൻ പോകാൻ പാടുള്ളതല്ല. അത് കൽപ്പനകൾ വളരെ കൃത്യമായി നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓർത്തുകൊണ്ട് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതായത് വളരെ ക്ലിയറായിട്ടും നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നതാണ് അടുത്ത മനോഹരമായിട്ട് പ്രവചന ഭാഗം. എസെക്കിയേൽ പ്രവാചകനിൽ നിന്നാണ് കടന്നു വരിക. അപ്പോൾ നിങ്ങൾ കർത്താവിൽ അകന്നുപോയി. കർത്താവ് പ്രവാസികൾക്കുള്ള ഒരു വലിയ വാഗ്ദാനമായിട്ട് അവർ എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം നമ്മൾ എടുത്ത് നോക്കിയാൽ അദ്ദേഹം ജീവിച്ചിരുന്നത് ഇസ്രായേൽ ജനം ആ തകർച്ചയിൽ നിന്നും, ജെറുസലേം ദേവാലയം തകർത്ത് അവിടെ രാജ്യവും തകർത്ത് അവരെ മുഴുവൻ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയ ആ കൊണ്ടുപോക്കിൻ്റെ ഇടയിലും അവരുടെ കൂടെ പ്രവാസത്തിൽ കഴിഞ്ഞ പ്രവാചകനാണ് എസെക്കിയേൽ. അദ്ദേഹം അവിടെ ഇവർക്ക് പ്രത്യാശ നൽകുന്ന പ്രവചനങ്ങൾ നൽകപ്പെട്ടിരിക്കും. പ്രത്യാശ. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ക്ലിയറായിട്ട് നമ്മെ പഠിപ്പിക്കുക. എസെക്കിയേൽ 11-14-21 വാക്യങ്ങളാണ് വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന സംഗതി. 14 വരെയുള്ള വാക്യങ്ങൾ. അതായത് കർത്താവ് എന്നോട് അരുളി ചെയ്തു. എസെക്കിയേൽ എപ്പോഴും അങ്ങനെയാണല്ലോ, മനുഷ്യപുത്ര എന്ന് പറഞ്ഞാണ് കർത്താവ് അരുളി ചെയ്തത്. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, നിൻ്റെ സഹോദരങ്ങളോട്, നിൻ്റെ സഹോദരിയോടും ബന്ധുക്കളോടും സായഭവനം മുഴുവനോടുമാണ് ജെറൂസലേം നിവാസികൾക്കോട് ഒക്കെ നീ ചെന്ന് പറയുക. അങ്ങനെയാണ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് എന്താണ്? നിങ്ങൾ കർത്താവിൽ നിന്ന് അകന്നുപോയി. അപ്പോൾ ഈ ശിക്ഷ ഉണ്ടാകാൻ കാരണം അകന്നു പോയതാണ്. BC 587 ഈ രാജ്യത്തെ തകർത്ത സെദെക്കിയാ രാജാവിൻ്റെ കണ്ണും ചുഴന്നെടുത്തുകൊണ്ട് ജനത്തെ മുഴുവൻ ബാബിലോണിയൻ ചക്രവർത്തി നെബൂഖദ്നേസർ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയത്. അത് നിങ്ങൾ കാരണമാണ്. കാരണം നിങ്ങളുടെ ജീവിതം കൊണ്ടാണ്, നിങ്ങൾ അകന്നു പോയത് കൊണ്ടാണ്. അപ്പോൾ ഈ ദേശം ഞങ്ങൾക്കാണ് അവകാശമായി നൽകിയിരുന്നതും
ആകയാൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ പറയണ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, അവരെ ഞാൻ ജനതകളുടെ ഇടയിൽ നിന്ന് ഇടയിലേക്ക് എങ്കിലും രാജ്യങ്ങളുടെ ഇടയിൽ നിന്ന് ഞാൻ അവരെ ചിതറിച്ചെങ്കിലും, അതായത് ജനങ്ങളുടെ ഇടയിലേക്ക് ഞാൻ അവരെ കയറ്റി അയച്ചെങ്കിലും അവർ എത്തിച്ചേർന്ന രാജ്യങ്ങളിൽ നിന്ന് തൽക്കാലത്തേക്ക് ഞാൻ അവർക്ക് ദേവാലയമാവും. എസേക്കിയാ പ്രവാചകൻ കാണുന്ന ഒരു നന്നാം ദർശനമുണ്ട്. അതായത് ദേവാലയത്തിന് കിഴക്കേ പടിവാതിൽക്കൽ ഗോപുരപ്പടിവാതിൽ നിന്ന് ദൈവത്തിൻ്റെ മഹത്വം പുറത്തേക്ക് പോകുന്നതായിട്ട് കണ്ടു. ഇവിടെ പറയുന്നത് എന്താണ്? അതായത് ഞാൻ അവർക്ക് ദേവാലയമാകും എന്ന് പറഞ്ഞാൽ ഈ ദേവാലയത്തിൽ ഇറങ്ങി ദൈവത്തിൻ്റെ മഹത്വം തൻ്റെ ജനത്തിൻ്റെ കൂടെ പോയി എന്നുള്ളതാണ്. 43 അധ്യായം തിരിച്ച് ഈ മഹത്വം തിരിച്ച് ദേവാലയത്തിലേക്ക് വരുന്നു, അതേ തലത്തിലെടുത്ത് ഇറങ്ങി വരുന്നു. അതെന്തുകൊണ്ടാണ്? ജനം തിരിച്ചു വരുന്നു. അപ്പം ദൈവം ജനത്തിൻ്റെ കൂടെ സത്യം ഈ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പി. വീണ്ടും പറയുക, ദൈവകർത്താവ് അരുളിച്ചെയ്യുന്നു, നിന്നെ ഞാൻ ജനതകളുടെ ഇടയിൽ ഒരുമിച്ച് കൂട്ടും, നിങ്ങൾ ചിതറിപ്പാർക്കുന്ന രാജ്യങ്ങളിൽ നിന്നും നിന്നെ ഞാൻ ശേഖരിക്കും, ഇസ്രായേൽ ദേശം നിങ്ങൾക്ക് ഞാൻ നൽകും. ഏതിലേ പോയാലും അവസ്ഥ ഒരുമിച്ച് കൂട്ടും. നീ ആത്യന്തികമായിട്ട് നോക്കിയാൽ ഇസ്രായേൽ ജനം കൃത്യമാണ്. ഫിസിക്കൽ ട്രാൻസ്ഫർ നോക്കിയാൽ തന്നെയും അവിടെ വന്നിരിക്കുന്ന ഇന്നത്തെ ഇസ്രായേൽ എന്ന് പറയുന്നത് ഇസ്രായേൽ ജനമായാൽ തന്നെയും അവരെ ഒരുമിച്ച് കൂട്ടിയില്ലേ 1947 ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർ ചിതറപ്പെട്ട് ആകെപ്പാടെ ഒന്നുമില്ലാണ്ടായി, ആരുമില്ലാണ്ടായി, രാജ്യമില്ലാണ്ടായി, ഒന്നുമില്ലാണ്ടായ ജനത്തെ ഒരുമിച്ച് കൂട്ടിയില്ലേ? ചിതറിക്കപ്പെട്ട ജനത്തെ ഒരുമിച്ച് കൂട്ടിയ ഉള്ളിൽ ശക്തമായ രാഷ്ട്രമായിട്ട് മാറിയില്ലേ? ഒരുമിച്ച് കൂട്ടും ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ അവർ എല്ലാ നിന്യ വസ്തുക്കളും മ്ലേച്ഛതകളും അവരൊന്നും ഞാൻ എടുത്ത് നീക്കിക്കളയും. അവർക്ക് ഞാൻ പുതിയ ഹൃദയം നൽകുക. എസെക്കിയേലിൻ്റെ പ്രത്യേകത ഇതാണ്, അവർക്കൊരു പുതിയ ഹൃദയം, പുതുജീവിതം നൽകുമെന്നാണ്. എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ക്രിസ്തീയത എന്ന് പറയുന്ന ഒരു നവജീവിതമാണ്. നവജീവിതം, പുതിയ ഹൃദയം നൽകും. ഒരു പുതിയ ചൈതന്യം ഞാൻ അവരിൽ നിക്ഷേപിക്കും. അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം ഞാൻ എടുത്തു മാറ്റും, എന്നിട്ടൊരു മാംസഹൃദയം തരും. എത്ര മനോഹരം അവതരിപ്പിച്ചിരിക്കണം. അവരുടെ ആത്മാവിൽ അവരുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തുന്നില്ല. ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്നുള്ള ഫീലിംഗ് അവരിലുണ്ടാവും. അങ്ങനെ അവർ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും എൻ്റെ നിയമം പാലിക്കുകയും ചെയ്യും. അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. വളരെ മനോഹരമായുള്ളൊരു വചനമാണ്. അവരെൻ്റെ ജനം, ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. എന്നാൽ നിന്യ വസ്തുക്കളിലും മ്ലേച്ഛതകളിലും ഹൃദയം അവർ വച്ചിരിക്കുന്നത് കൊണ്ട് സർവ്വ സൃഷ്ടികളിൽ നിന്നും അവർ നേരെ തിരിച്ച് തമ്പുരാൻ്റെ പക്കലേക്ക് വരും. അവസാനമായി പ്രത്യാശയുടെ പ്രതീക്ഷയുടെ പ്രവചനം വളരെ കൃത്യമായിട്ട് പറയുകയാണ്, ഈ ജനത്തെ ദൈവം തിരിച്ചു വിളിക്കും എന്ന്. ഇപ്പോൾ നമുക്ക് ആ ഭാഗങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായ വചനഭാഗങ്ങൾ. അത് കർത്താവ് പ്രവാചകനിലൂടെ ജനത്തിന് പ്രത്യാശ നൽകുന്ന, വളരെ കഷ്ടപ്പെട്ട സാഹചര്യങ്ങളാണ് പ്രത്യാശ കൊടുക്കുന്നതെന്ന് ഓർക്കണം. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന വളരെ നിരാശാജനമായ സാഹചര്യത്തിലാണ്. അപ്പോൾ ഒരു കുളിർമഴ പോലെ പ്രചോദനമൊന്ന് വീഴുക. അപ്പോൾ തെറ്റ് മനസ്സിലാക്കി തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ജനത്തെ നോക്കുന്ന അതിശക്തമായിട്ടുള്ള പ്രബോധനമാണ് ഇവിടെ നാം കാണുക. അപ്പോൾ BC 587 ശേഷം നടന്നതാണ്. അപ്പോൾ ആശയറ്റ ജനത്തിന് പ്രത്യാശ പ്രദാനം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇത് പ്രത്യേക നമ്മളിലേക്ക് അപ്ലൈ ചെയ്യുമ്പം ചില സാഹചര്യങ്ങൾ നമുക്കുണ്ടാകുമല്ലോ, തകർച്ച അനുഭവപ്പെടാം, എല്ലാം നഷ്ടപ്പെട്ട പോലെ തോന്നാം. അപ്പോൾ ആത്മഹത്യയല്ല നമ്മുടെ വഴി. CJ റോയ് എന്ന് പറഞ്ഞ ആൾ എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചതൊക്കെ അതിൻ്റെ ഒന്നും ചുരുളറിയാൻ പോകുന്നു നമുക്കറിയാൻ പാടില്ല. എന്തായാലും ശരി, 10,000 കോടിയുടെ ആസ്തിയിലൊരു മനുഷ്യന് ഇപ്രകാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആശയറ്റുപോയി. അതുകൊണ്ടാണ്. അതേസമയത്ത് പ്രായോഗികമായിട്ട് വിശ്വാസത്തോടെ കാണുന്ന ആളാണെങ്കിലോ ഏത് ED വന്നാലും ശരി, എന്ത് പിഴഞ്ഞു മുത്തിയാലും ശരി, 1000 കോടിയേക്കാൾ കൂടുതലില്ല, അതങ്ങ് കൊടുത്താൽ പോരെ. പിന്നെ എന്തിനാണ് അവൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തിയത്? അപ്പോൾ അതുകൊണ്ട് അവിടെ അടിസ്ഥാനപരമായി വിശ്വാസത്തിൻ്റെ പ്രോബ്ലമാണ്, ആശയറ്റുപോയി എന്നുള്ളതാണ്. ആശയറ്റ് പോകരുതെന്നാണ് ഇവിടെ പറയും. ഇപ്പോൾ 2 വായനകൾ, ഒന്ന് പുറപ്പാടിൻ്റെ പുസ്തകത്തിലും രണ്ടാമത് എസെക്കിയേൽ പ്രവാചകൻ്റെ പ്രത്യാശയുടെ വചനം നമ്മൾ കേട്ടുവെങ്കിൽ, കൊളോസ്യാക്കൾ ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 5-8 വാക്യങ്ങൾ മിശിഹായിലുള്ള നവജീവിതത്തെക്കുറിച്ച് പറയും. മിശിഹായിൽ നമ്മൾ വരുമ്പോൾ ഒരു പുതുജീവിതമാണ്. അത് ഒരു ആത്മാവിന് ജീവൻ നൽകുന്ന, നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ഊർജ്ജമാണ് ഈശോയുടെ ആത്മാവെന്ന് പറയും. അല്ല, ഒരു വ്യക്തിയോടുള്ള ഒരു ബന്ധം കൊണ്ട് നമുക്കുണ്ടാ സാമീപ്യം കൊണ്ട് ഉണ്ടാകുന്ന ഒരു അനുകരണ പ്രമത്തിൽ നിന്ന് വരുന്ന സംഗതിയല്ല, ആത്മാവിൽ നിന്നുണ്ടാകുന്ന ഒരു ഊർജ്ജമാണ്. ശക്തി വിചാരനകത്തു നിന്ന് വരുന്നത്. നമ്മൾ സാധാരണ സൈക്കിളിൽ പോകുമ്പോൾ മല കയറാൻ നമ്മൾ ചവിട്ടി കെട്ടണ്ടേ. അതേസമയം നമ്മൾ മോട്ടോർ ബൈക്കാണെങ്കിലോ അതിനകത്ത് നിന്ന് പെട്രോളിൻ്റെ ശക്തി കൊണ്ട് തന്നെയും കയറി പോകും. എന്നുമ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈശ്വമിശാലാകുമ്പോൾ ഒരു പുതുജീവിതമാണ്, അത് നവജീവിതമാണ്. അതാണ് എടുത്ത് പറയുന്ന പ്രവാചകൻ അല്ലെ ശ്ലീഹ പറയുന്നത് അത് തന്നെയാണ്. അതായത് അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം
എന്തൊക്കെയാണ്? അസന്മാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെ, ദേവീയാശക്തി, ഇവയെല്ലാം നശിപ്പിക്കുവാൻ. വിഗ്രഹാരാധന പദം ഉപയോഗിച്ചുകൊണ്ട് ആൾക്ക് അതേക്കുറിച്ച് പ്രകോപിതരാണ്ട് ഒരു കാര്യമില്ല. ധനമോഹത്തെയാണ് വിഗ്രഹാരാധനയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വിഗ്രഹാരാധന പല വിധത്തിലുണ്ട്. അപ്പോൾ ഇവ നിമിത്തം ദൈവത്തിന് ക്രോധം വന്നുകയായിരുന്നു. നിങ്ങളും ഒരിക്കൽ അവയ്ക്ക് അനുസൃതമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. അതുകൊണ്ട് അവയെ ദൂരെ എറിയുകയും. അതായത് ക്രൈസ്തവത്തിലേക്ക് വന്നു കഴിഞ്ഞാലും ശരി, നിരന്തരമായി നവീകരണത്തിന് വിധേയമായി കൊണ്ടിരിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. അല്ലാതെ നമ്മൾ ഒരിക്കലും ഇങ്ങോട്ട് വന്ന് രക്ഷിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് ചിന്തിക്കാൻ പാടില്ല. രക്ഷയുടെ അനുഭവം തുടരേണ്ടിയിരിക്കും, നവീകരിക്കണം. അതുകൊണ്ട് അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കണം. പരസ്പരം കള്ളം പറയരുത്. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോട് കൂടി നിഷ്കാസനം ചെയ്യുവേൻ. പഴയ മനുഷ്യനെ ചെയ്തികളോടുകൂടി നിഷ്കാസനം, പുതിയ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരാൻ ശ്ലീഹ നമ്മോട് പറയുക. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവേൻ. നിരന്തരമായി നവീകരിക്കപ്പെടുന്ന പുതിയൊരു വ്യക്തി, അത് പരിശുദ്ധമായ പ്രവർത്തനം എന്ന് പറയും. നമ്മളൊരിക്കലും നമ്മുടെ ആത്മീയത്തിൽ സ്റ്റാറ്റിക് കണ്ടീഷനില്ല, ഡൈനാമിക് കണ്ടീഷനാണ്. ഭവനം ഒന്നാകെ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് എപ്പോഴും ലേഖനത്തിൽ പൗലോസ് പറയും. അതായത് ഭവനം നിങ്ങൾ പണിയപ്പെട്ടിരിക്കുന്ന അപ്പസ്തലന്മാരും പ്രവാചകന്മാരും അങ്ങ് അടിത്തറയും മേലാണ്. മൂലക്കല്ല് ഈശോ മിശിഹായാണ്. ഭവനം ഒന്നാകെ പണിയപ്പെട്ട് കൊണ്ടിരിക്കുകയാണ്, ബീങ് ബിൽറ്റാണ്. അപ്പം അതുകൊണ്ട് നിരന്തരം നവീകരണം നമ്മുടെ ആത്മാവിന് ആവശ്യമാണ്. ഇവിടെ ഗ്രീക്കുകാരനെന്നോ കേട്ടോ, ഈ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദനെന്നോ അപരിച്ഛേദനെന്നോ അപരിഷ്കൃതനെന്നോ പരിഷ്കൃതനെന്നോ സീത്യനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. എല്ലാ വിഭജനങ്ങളെയും തകർക്കുന്നതാണ് ക്രിസ്തുവിലുള്ള ജീവിതം. സുവിശേഷം അതാ, നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. നമുക്ക് ഒരു ജാതി വ്യവസ്ഥ, ചില ആളുകൾ ചിലപ്പോൾ പറയാറുണ്ട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാലും അവിടെ ജാതി വ്യവസ്ഥയുണ്ട്, അവരുടെ വ്യത്യസ്തതയുണ്ട് എന്ന്. ശരിയാണ്. പക്ഷേ അതെങ്ങനെയാണ്? അവർ ജീവിച്ച ജീവിതത്തിന് ജാതി വ്യവസ്ഥയുടെ മനോഭാവം മാറിയില്ല. അത് സാവധാനത്തിലേ മാറുകയുള്ളൂ, തലമുറ കഴിഞ്ഞേ മാറുകയുള്ളൂ. അടിസ്ഥാനപരമായി ക്രിസ്ത്യത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ വ്യവസ്ഥതയ്ക്ക് മാറ്റമൊന്നുമില്ല. എല്ലാവരും ഒരുപോലെ തന്നെയാണ്. സഭയുടെ പ്രമാണങ്ങളും പ്രബോധനങ്ങളും പഠിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് നീ അതിന് മുമ്പുണ്ടായിരുന്ന വ്യവസ്ഥിതിയുടെ പ്രതിഫലനം നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന സഭ എന്നാ ചെയ്യാൻ പറ്റും? അത് സാവധാനത്തിൽ നവീകരിക്കപ്പെട്ട് വരേണ്ടതാണ്. അപ്പോൾ ഈ ജാതി വ്യവസ്ഥയ്ക്ക് വിധേയമായി ജീവിച്ചിരുന്ന ആൾ സഭയിലേക്ക് വന്നു കഴിയുമ്പം ചിലർക്ക് നമ്മുടെ മേൽ ആരോപണമാണ്, സഭയിലേക്ക് ക്രിസ്ത്യാനിയുടെ സഭയിലേക്ക് വന്നാൽ അവിടെ ജാതി വിവേചനം ഉണ്ടായെന്ന്. ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. അത് എവിടുന്ന് വന്നതാണ്? അവരതിനു മുമ്പ് ജീവിച്ചിരുന്ന ജാതി വ്യവസ്ഥതയുടെ പ്രതിഫലനങ്ങൾ അവർ മാറ്റിയെടുക്കുന്നില്ല. അത് സാവധാനത്തിലേ മാറുകയുള്ളൂ. ആ മനോഭാവം മാറുന്ന കാലഘട്ടങ്ങളെടുക്കും. കാലഘട്ടം തലമുറകൾ മാറി മാറി വരുമ്പോഴത്തേക്ക് പിന്നീട് മനസ്സിലാവുക ഇവിടെ ഞങ്ങളെല്ലാവരും ഒന്നാണ്, മാറ്റമൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ജാതി വ്യവസ്ഥതയുടെ സ്വാധീനം സഭയിലെ ആളുകളുണ്ടെങ്കിൽ അത് നിരന്തരമായ നവീകരണത്തിൽ മാറ്റിയെടുക്കപ്പെടേണ്ടതാണ്. പൗലോസ് കൃത്യമായിട്ട് പറയുന്നു, ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദനെന്നോ അപരിച്ഛേദനെന്നോ ഒരു വ്യത്യാസവുമില്ല. വളരെ ക്ലിയറായിട്ട് പഠിപ്പിക്കുക. അതിനാൽ ദൈവത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വാത്സല്യ ഭാവനങ്ങളും പരിശുദ്ധാത്മാവിൽ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ നിങ്ങൾ സ്വന്തമാക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് മറ്റൊരാളുടെ പരിഭവം ഉണ്ടാകരുത്. പരസ്പരം ക്ഷമിച്ച സഹിഷ്ണുതയോടെ വർത്തിക്കുവാൻ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിക്കാൻ തയ്യാറാകുവാൻ. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണ്ണ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കാൻ പറയുമ്പോൾ ഇതാണ് ക്രിസ്തീയത. അതായത് ഇവിടെ നാം കാണുന്ന പ്രധാനപ്പെട്ട സംഗതി, വിശ്വാസത്തിൻ്റെ 2 തലങ്ങളുണ്ട്. അതായത് വേദപുസ്തകം എടുക്കുമ്പോൾ ഈ എല്ലാ വചനങ്ങൾക്കും ഒരേ വാല്യൂ അല്ല ഉള്ളത്. അതായത് 2 തലങ്ങളുണ്ട്. ഒന്ന് ഡൊഗ്മാറ്റിക് ആയിട്ടുള്ള തമ്പുരാൻ്റെ അധരങ്ങൾ പുറപ്പെടുന്ന വാക്കുകൾ ഇപ്റ്റീസിമ വേഴ്സ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റാണ്. ഡയറക്റ്റാണ് പദങ്ങൾക്ക് പിന്നെ ആർക്കും ദുർവ്യാഖ്യാനം ചെയ്യാൻ പറ്റില്ല. അത് ഡയറക്റ്റ് തന്നെയാണ്. അതേസമയത്ത് റിപ്പോർട്ടുകളുടെ കാര്യങ്ങളൊക്കെ വ്യാഖ്യാന വിധേയമാണ്. അതായത് മോറൽ അല്ലെങ്കിൽ ഉപദേശങ്ങളാണ്. ഗ്രീക്ക് ഭാഷയിൽ പറഞ്ഞാൽ പരനേറ്റിക് എന്ന് പറയും. പരനേറ്റിക്, ആ പരനേറ്റിക്കാണ് എന്ന് പറഞ്ഞാൽ ഉപദേശകപൂർണമായ ആ ഉപദേശങ്ങൾ കാലഘട്ടത്തിനനുസൃതമായിട്ട് മാറി വരാം. അതുകൊണ്ട് ചില ആളുകൾ എടുത്തു വെച്ചുകൊണ്ട് പൗലോസ് ശ്ലീഹ പറയുന്ന കോർന്നത്തുകാർക്കിടയിൽ നിങ്ങൾ ആ സ്ത്രീകളെ ഇങ്ങനെ മൂടി, അതായത് ശിരസ് മൂടി അത് ധരിച്ചിരിക്കണം, അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ വഴക്ക് പറയുന്ന ഒരു കാര്യം ഓർക്കണം. അത് അന്നത്തെ കാലഘട്ടത്തിൽ നൽകപ്പെട്ടിരിക്കുക പരനേറ്റിക് ഇൻസ്ട്രക്ഷനാണ്. അന്നത്തെ സമൂഹത്തിൽ നൽകിയ പ്രായോഗിക ധാർമ്മിക നിർദ്ദേശമാണ്. ആ കാലഘട്ടം കഴിയുമ്പോൾ അത് കഴിഞ്ഞു, ഇന്നത് പ്രസക്തമല്ല. അപ്പോൾ അതുകൊണ്ട് സഭയിൽ സ്ത്രീ മിണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് അവരുടെ സാഹചര്യത്തിലാണ്. കാരണം എന്തുകൊണ്ടാണ്?
അപ്പോളിറ്റിക്സ് എന്ന് പറയുന്ന ദേവതയുടെ ആ വിഗ്രഹാരാധന കഴിഞ്ഞിട്ട് ലൈംഗിക ദേവതയുടെ ലൈംഗിക പ്രവർത്തനത്തിൽ നിന്ന് കടന്നു വന്നിരുന്ന ഒരു ജനമാണിത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ബഹളം വെക്കുക, ഒച്ച വെക്കുക, ആപ്പാടെ എല്ലാം അലങ്കോലപ്പെടുത്തുക സ്വഭാവത്തിൽപ്പെട്ട കാര്യമാണ്. വലിയ ആർത്തട്ടഹസിക്കുക, ബഹളം വെക്കുക എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞ് മാനസാന്തരപ്പെട്ട് വന്ന സ്ത്രീകൾ സഭയെത്തുകയും അദ്ദേഹത്തിനെ തുടർന്നു. ആ തുടർന്ന അപ്പോസ്തലൻ അവരെ ശക്തമായി ശകാരിക്കുക, സ്ത്രീ മൗനം ഭജിക്കണം. എന്നിട്ട് തൻ്റെ ജനത്തിൻ്റെ സ്വഭാവമായ അച്ചടക്ക സ്വഭാവമായ നിങ്ങൾ ആ ശിരസ് അത് മൂടിയിരിക്കണം. അത് അന്നത്തെ സാഹചര്യം. ഇന്നത്തെ സാഹചര്യം മാറിയപ്പോൾ ആ കാണുന്ന ഇൻസ്ട്രക്ഷന് അന്നത്തെ പ്രസക്തി ഇന്നില്ല. അതുകൊണ്ട് സ്ഥായിയായിട്ടുള്ള സഭയുടെ പ്രബോധന വിശ്വാസത്തിൽ വരുന്നത് കൃത്യമായി ഡൊഗ്മാറ്റിക് ആയിട്ടുള്ളതും പാരനേറ്റിക് അഥവാ ഇൻസ്ട്രക്റ്റീവായിട്ടുള്ള രണ്ടാണെന്ന കാര്യം അറിയാമെങ്കിൽ അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നതിലുണ്ടാകുന്ന അപകടത്തിൽ നാം രക്ഷപ്പെടും. പലപ്പോഴും എങ്ങനെയാണ് ചിലപ്പോൾ ആൾക്കാർ ചിലപ്പോൾ വേദപുസ്തകം എഴുതിയിരിക്കുന്നതല്ല അതേപടി എടുത്തു വെച്ചുകൊണ്ട് ഒരേ മൂല്യമല്ല ഇതെന്നുള്ള കാര്യം മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അപകടത്തിൽ ചെന്ന് ചാടാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഉപദേശരൂപേണ നൽകപ്പെടുന്ന അപ്പോസ്തലൻ ഉപദേശരൂപേണ, അതായത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായ ഇൻസ്ട്രക്ഷൻസ് നൽകുന്നു. ആ ഇൻസ്ട്രക്ഷൻസ് അന്ന് ആവശ്യമുള്ളതാണ് നൽകിയത്. ഇന്ന് അപ്പോസ്തലൻ പറയുന്നെങ്കിൽ ഇത് പറയണമെന്നില്ല. ഇതിലേക്കൂടെ വ്യത്യസ്തമായ പുരോഗമിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി പക്ഷേ വേറെ വ്യത്യസ്തമായ കാര്യങ്ങൾ പറയാൻ പോകുന്നു. AI നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ പേഴ്സൺ എന്ന് പറയുന്ന ആ മൂല്യം നഷ്ടപ്പെടുത്തി കളയുന്നതായിരിക്കും പറയാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഇന്ന് പറയുമ്പോൾ അത് വേറെ വിധത്തിൽ പറയും. അപ്പോൾ അതുകൊണ്ട് അന്നും തന്ന ഇൻസ്ട്രക്ഷൻസ് അതേപടി അക്ഷരാർത്ഥത്തിൽ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല എന്ന കാര്യം, അടിസ്ഥാന സത്യങ്ങളാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടതെന്ന കാര്യം മനസ്സിലാക്കണം. അവിടെയൊക്കെ അടയാളങ്ങളാണ്. അതുകൊണ്ട് നിരന്തരം നവീകരണത്തിന് വിധേയമായി ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് വളരെ വളരെ കറക്റ്റായിട്ട് ഈ കൃത്യം നമ്മൾ പറയുമ്പം സുവിശേഷം മത്തായി സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിൽ 17 തൊട്ട് 26 വരെ വാക്യങ്ങളിലാണ് കർത്താവ് വളരെ കറക്റ്റായിട്ട് പറയാം. അതായത് നിയമത്തെയോ പ്രവാചകന്മാരെയോ നീക്കിക്കളയാനല്ല ഞാൻ വന്നിരിക്കും, പൂർത്തിയാക്കാനാണ് വന്നിരിക്കും. ഇപ്പോൾ ഈശോ പറയുന്നത് എന്താ? യഹൂദൻ അവൻ അനുഷ്ഠിച്ച് വന്ന നിയമത്തിന് ഒന്നും ഖണ്ഡിക്കുന്നില്ല കർത്താവ്. പക്ഷേ അത് അനുഷ്ഠിക്കപ്പെടുന്ന മനോഭാവത്തെയാണ് കർത്താവ് വിമർശിക്കുന്നത്. അതുകൊണ്ട് ഇവർ അതരപ്പം തന്നെ ആരാധിക്കുന്നു, അവർ ഹൃദയങ്ങളിൽ അകന്നു പോയിരിക്കുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞ പോലെ തന്നെ, വെള്ളയടിച്ച് കുഴിമാടങ്ങളെ വിളിക്കേണ്ടി വരുന്ന പോലെ തന്നെ അകത്ത് ആത്മാർത്ഥയില്ലാത്തപ്പം മനോഭാവത്തെയാണ് കർത്താവ് ശക്തമായി ശകാരിക്കുന്ന കാര്യം ഈശോയോട് പറയുകയാണ്. അതുകൊണ്ടാണ് നിയമത്തെയോ പ്രവാചകന്മാരെയോ മാറ്റിക്കളയാനും പറ്റും. ആകാശഭൂമിയും കടന്നു പോയാലും നിയമത്തിൽ ഒരു വര പോലും കടന്നു പോലും കർത്താവ് പറയുന്നത് ഉറപ്പിച്ചിട്ടാണ്. അത് ഉറപ്പിച്ചിട്ട് കർത്താവ് കൃത്യമായിട്ട് അത് വ്യാഖ്യാനിക്കുക നമ്മൾ കാണാം. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുതും. അസാധുവാക്കുവാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നിരിക്കും. വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആകാശവും ഭൂമിയും കടന്നു പോകുന്നത് വരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങൾ പറയുന്നു. യഹോവ നിയമമൊന്ന് തോറായ ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങളാണ്, കൃത്യമായിട്ട് പറഞ്ഞ 10 കൽപ്പനകളാണ്. അതിൽ നിന്ന് മാറുകയില്ല. ബാക്കി യഹൂദന്മാരെ വ്യാഖ്യാനിച്ച് 618 പ്രായോഗിക നിയമങ്ങളൊക്കെ ഉണ്ടാക്കി ചേർത്തതിനെക്കുറിച്ച് അല്ലി പറയും. അതുകൊണ്ട് അവർ സാബത്ത് എന്ന് പറഞ്ഞ കൽപ്പനയെ കണ്ടുപോകാനും വക്രീകരിച്ച് കൊണ്ടുപോയി 1000 അടിയിൽ കൂടുതൽ നടന്നാൽ ഇത്ര ശിക്ഷയുണ്ടാകുന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നു. അതുകൊണ്ടാണ് കർത്താവ് താങ്ങാനാവാത്ത ചുമടായി നിയമത്തെ ദുർവ്യാഖ്യാനിച്ചതിനെ കർത്താവ് എതിർത്തു. സാപത്തിൽ നന്മ ചെയ്യാൻ പാടുമെന്നോ കർത്താവ് നേരിട്ട് ചോദിച്ചു. അതായത് സാപത്തിലേക്ക് കൈശോഷിച്ച് ഞാൻ കടന്നു വരുന്നതുകൊണ്ട് അത് നോക്കി സാപത്തിൽ ഇവൻ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ മുൻകൂട്ടി മനോവികാരം മനസ്സിലാക്കുന്ന കർത്താവ് നേരിട്ട് ചോദിക്കുക, സാപത്തിൽ നന്മ ചെയ്യാൻ പാടുണ്ടോ? നിങ്ങളുടെ ഒരു ആട് കിണറ്റിൽ പോയാലും അത് വഴി പോയി പിടിച്ച് കിട്ടുമോ സാപത്തിൽ? നീ വരാൻ പറഞ്ഞു, കൈ ശോഷിച്ചവൻ്റെ കൈ അവിടെ സുഖപ്പെടുത്തി കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള ദുർവ്യാഖ്യാനങ്ങളെയാണ്, അതായത് മനുഷ്യനെ വരിഞ്ഞു കെട്ടി മുറുക്കത്തക്ക രീതിയിൽ നിയമത്തെ കൊണ്ട് അരൂപിയില്ലാതെ നിയമം സംരക്ഷിക്കാൻ, നിയമം അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന സ്വഭാവത്തെ അഴിശക്തമായ രീതിയിൽ കർത്താവ് വിമർശിക്കുകയും അതിനെ തിരുത്തുകയും ചെയ്യുന്ന ഭാഗം നമ്മുടെ സഭയിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ജീവിതത്തിലും വന്നുകൂടാവുന്ന അപകടമായത്. ചില ആളുകൾ നിയമത്തെ ഇങ്ങനെ കർക്കശമായിട്ട് നടപ്പാക്കാൻ ശ്രമിക്കും. കർത്താവ് എന്നാ പറഞ്ഞാൽ മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും കർത്താവാണ്. മനുഷ്യൻ സാപത്തിന് വേണ്ടിയിട്ടല്ല, സാപത്തിന് മനുഷ്യന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിൽ ഈ പ്രമാണങ്ങൾ ഏറ്റവും നിസ്സാരമായി ഒന്ന് ലംഘിക്കുകയോ, അതായത് ലംഘിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന സ്വർഗ്ഗരാജ്യത്തിൽ ചെറിയവനെന്നും വിളിക്കപ്പെടും. എന്നാൽ അതനുസരിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്ന സ്വർഗ്ഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. ഇപ്പോൾ പ്രമാണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ഒറ്റ പ്രമാണമുള്ളൂ അതിനകത്ത്. സ്നേഹിക്കുക, നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കുക, നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക. ഈ ഒറ്റ പ്രമാണത്തിന് വിശദീകരണങ്ങൾ ആ 10 കൊണ്ടുവന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് ദൈവത്തോടുള്ള ആഭിമുഖ്യത്തിൽ 3-4 കാര്യങ്ങൾ പറഞ്ഞ സാപത്ത് വരെയും പിന്നീട് നിന്നുള്ള മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിലാണ്. അപ്പോൾ ആ കൽപ്പനകൾ ഒന്നിനും ഒരു മാറ്റവും വരില്ല എന്നാണ് ഈശോ നമ്മോട് പറയും. നിങ്ങൾ നീതി നിയമത്തിനുടെയും പരിസരയുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗ്ഗരാജ്യം പ്രവേശിക്കുക എന്നോട് പറയും. തന്നെ നിയമത്തിൻ്റെയും
പ്രീശന്മാരെ നീതിയിൽ ഒന്നാം ഉദാഹരണമല്ല ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന ചുങ്കക്കാരനും പരിസയനം. ഫരിസേൻ എന്താ പ്രാർത്ഥിച്ചത്? ഞാൻ നിൻ്റെ എല്ലാ നിയമം അനുഷ്ഠിച്ചിട്ടുണ്ട്, ഞാൻ ദശാംശം കൊടുത്തിട്ടുണ്ട്, എനിക്ക് അർഹതമായിട്ട് തരണം. അതാണ് അവൻ്റെ നീതി. ഇവിടെ നേരെ തിരിച്ചാ, നിൻ്റെ മുമ്പിൽ നിൽക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് മാറത്തടിച്ച് കരഞ്ഞ് കരുണയപേക്ഷിക്കുന്നയാളാണ്. അപ്പം ദൈവത്തിൻ്റെ നീതി അവിടെ പ്രകടമായി. 11-ാം മണിക്കൂറിലും വരുന്നവന് തൻ്റെ സമ്പത്തിലും ഒരുപോലെ കൊടുക്കുവാൻ കർത്താവിന് അവകാശമുണ്ട്. ആണ് നിങ്ങളുടെ നീതി എന്ന് പറയുന്നത് പ്രീശന്മാരുടെയും നിയമത്തിനേക്കാളും അതിശയിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിന് അവകാശമില്ല. കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകുന്നു എന്ന് പൂർവികരോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടു. പൂർവികർ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തോടാണ്, പഴയ ജനത്തോട്. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാവും. അതായത് കർത്താവിന് ഇതിനെ തിരുത്താൻ അധികാരമുണ്ടെന്ന്. ഈശോ ദൈവത്തിൻ്റെ പുത്രനാണ്. അപ്പോൾ ഈ നിയമത്തെ തിരുത്താൻ, അതുകൊണ്ട് അവരെ ചൊടിപ്പിച്ച് നടക്കുകയാണ്. ഇതൊക്കെ തിരുത്താൻ നീ ആരാണ്? മോശം നമുക്ക് ഞങ്ങൾക്ക് നൽകിയ കൽപ്പന തിരുത്താൻ നീ ആരാണെന്ന് ചോദ്യം ചോദിച്ചു. അതുകൊണ്ട് പറയുന്നു, സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. വിധി എന്ന് വിളിക്കുന്നവനാകട്ടെ നരക അഗ്നിക്ക് ഇരയായിട്ട്. എന്തുകൊണ്ടാണ് പറയുന്നത്? എന്തുകൊണ്ടാണ്? കർത്താവ് ഊന്നുന്നത് എങ്ങോട്ടാണ്? മനോഭാവത്തിലേക്കാണ്, ഹൃദയത്തിലേക്കാണ്. നിൻ്റെ ഹൃദയവിചാരം എന്താണ്? നിൻ്റെ സഹോദരന് നാശമെത്തണമെന്നാണോ? അവൻ നശിച്ചു പോകണമെന്നാണോ? അതൻ്റെ ഉള്ളിലിരിപ്പ്? അത് വെച്ചാണോ നീ സംസാരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നീ നഷ്ടപ്പെടും നിനക്ക് എന്ന കാര്യം പഠിപ്പിക്കുക. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിൻ്റെ സഹോദരൻ നിന്നോടെന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അവിടെ വെച്ച് ഓർത്താൽ കാഴ്ച വസ്തു അവിടെ ബലിപീഠത്തിൽ വച്ചിട്ട് പോയി അവനോട് രമ്യപ്പെടുക, പിന്നെ ഒന്ന് കാഴ്ചയർപ്പിക്കുക. അതായത് നമുക്കങ്ങോട്ടുള്ള ഉണ്ടോ വിഷമം എന്നുള്ളതല്ല, അവന് നമ്മളോടുണ്ടെന്ന് ഓർത്താൽ ബലിപീഠത്തിൽ പോയി രമ്യപ്പെടാനാണ്. എന്ന് പറഞ്ഞാൽ അനുരഞ്ജനം കൂടാതെ ബലി സാധുവാവുകയില്ല, രമ്യപ്പെടില്ലാതെ ബലി സാധുകയില്ല. നമ്മുടെ ഹൃദയത്തിൽ മറ്റുള്ളവരുടെ വിരോധം ഉണ്ടാകാൻ പാടില്ല. നമ്മളോട് വിരോധം വെച്ചുകൊണ്ടിരുന്ന രമ്യപ്പെടാൻ എപ്പോഴും തയ്യാറാകേണ്ടതാണ്. അപ്പം നീ പ്രതിയോടുകൂടി വഴിവെച്ച് തന്നെ വേഗം രമ്യപ്പെട്ടുകൊള്ളുക, അല്ലെങ്കിൽ പ്രതിയോഗി തന്നെ ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും. അത് എസ്കറ്റലോജിക്കലാണ്, യുഗാന്ത്യോന്മുഖമായിട്ട് വെച്ചുകൊണ്ട് കർത്താവ് പറയുക. അതുകൊണ്ട് നീ ഇവിടെ വെച്ച് തന്നെ, ഈ ഭൂമിയിൽ വെച്ച് തന്നെ രമ്യപ്പെടേണ്ടതുകൊണ്ട് രമ്യപ്പെട്ടുകൊള്ളുക. അല്ലെങ്കിൽ നീ കർത്താവിൻ്റെ കടന്നുവരവിൻ്റെ മുമ്പിൽ നീ നഷ്ടപ്പെട്ടു പോകാനിടയുണ്ട്. നിന്നെ അത് ന്യായാധിപ സംഘത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. അതുകൊണ്ട് നീ തീനരകത്തിലേക്ക് പോകും. അതുകൊണ്ട് ഈ ഭൂമിയിൽ നീ ജീവിക്കുമ്പോൾ രമ്യതയെ ജീവിക്കാനായിട്ട് അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയും അവസാനത്തെ ചില്ലിക്കാശ് കൊടുത്തു വിട്ടോളും, നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് സത്യം നിന്നോട് പറയുന്നത്. അത് യുഗാന്ത്യോന്മുഖമായിട്ടുള്ള ഒരു ഉപദേശമാണ്. എന്ന് പറഞ്ഞാൽ നീ ഇവിടെ വെച്ച് നിൻ്റെ ജീവിതം നീ സമാപിപ്പിച്ച് കടന്നു പോകുമ്പോൾ അവിടെ കംപ്ലീറ്റ് രമ്യപ്പെട്ടിട്ട് വേണം കടന്നു ചെല്ലാൻ. ഈശോയുടെ സന്നിധിയിലേക്ക് രമ്യതയിലൂടെ കടന്നു ചെല്ലാൻ കഴിയണമെന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ താക്കീതും കർത്താവിൻ്റെ വിമർശനവും എല്ലാം വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം നമുക്ക് എന്നും ജീവിതത്തിന് ശക്തി പകരുന്നതാണ്. അപ്പോൾ നിൻ്റെ മനോഭാവം അതുകൊണ്ട് വഴിയിൽ വെച്ച് തന്നെ രമ്യപ്പെടാൻ പറയുന്നതുകൊണ്ടാണ്. നീട്ടിവെക്കരുതെന്നാണ്, മാറ്റിവെക്കാൻ പാടില്ല. ഈ രമ്യപ്പെടൽ എന്ന് പറയുന്നത് എർജൻസിയുള്ള കാര്യമാണ്. അതിന് രമ്യപ്പെടൽ ഇവിടെ തന്നെ നടന്നിരിക്കണം. നിൻ്റെ ജീവിതത്തിൻ്റെ ഏത് തട്ടിലാണ് നീ ജീവിക്കുന്നത് അറിയാൻ പാടില്ല, നിങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ. അവിടെ വെച്ച് നീ രമ്യപ്പെടേണ്ടവരോട് രമ്യപ്പെട്ടിരിക്കണം. അത് അത്യാവശ്യം ദൈവം പറയുക. അത് യുഗാന്ത്യോന്മുഖ ദർശനത്തിലൂടെ കർത്താവ് സംസാരിക്കുന്നതാണ്. അപ്പോൾ നിർണായകമായ എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഇത് രക്ഷയുടെ സമയമാണ്, നിർണായകമായ സമയമാണ്. നൗ ഇതാണ് രക്ഷയുടെ സമയം. അതുകൊണ്ട് മാറ്റിവെക്കാൻ പറ്റില്ല, നീട്ടിവെക്കാൻ പറ്റില്ല. അതുകൊണ്ട് വഴിയിൽ വെച്ച് തന്നെ നീ രമ്യപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് അതിന് മാറ്റമില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിപ്പിക്കുക. ഈ പാങ്ങളിലെല്ലാം സമാപിപ്പിച്ച് നോമ്പ് കാലത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈശോയെക്കുറിച്ച് വ്യക്തമായിട്ട് ദിനകാലം നമ്മളെ പഠിപ്പിക്കും. ഈശോയുടെ അത്ഭുതങ്ങളുടെ അടയാളങ്ങൾ എടുത്ത് കാണിച്ചു തന്നു, ഈശോ ആരാണെന്ന് എടുത്ത് കാണിച്ചു തന്നു. എന്നാൽ ഈശോയോടൊപ്പം യാത്ര ചെയ്യുകയാണ്. എങ്ങോട്ടാണ് യാത്ര? ജെറൂസലേമിലേക്ക്. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 51-ാം വാക്യം തൊട്ട് ഈശോ ചിത്രീകരിക്കുന്നത് ജെറൂസലേം യാത്രയിലാണ്. ആ ജെറൂസലേം യാത്ര എന്തിലേക്കാണ്? തൻ്റെ പിതാവ് ഏൽപ്പിച്ച ദൗത്യ നിർവഹണത്തിലേക്ക് പോവുക. അയൻ്റെ സമയം സമാഗതമായിരിക്കുന്നു എന്ന് പറയുന്ന ആ സമയത്തിലേക്ക് നീങ്ങിയിരിക്കുക. കാനായിലെ കല്യാണം വെച്ചതിൻ്റെ സമയം സമാഗതമായില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ സമയം സമാഗതമായിരിക്കുന്നു. അങ്ങോട്ട് നീങ്ങലാണ് ഈ നോമ്പ് കാലത്ത് നാം കാണാൻ പോകുന്നതും അനുഭവിക്കാൻ പോകുന്നതും പങ്കുവയ്ക്കാൻ പോകുന്നതും വലിയ ആഴ്ചയിൽ അനുഷ്ഠിക്കാൻ പോകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈശോയും ചില കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധമായ സഹവാസവും എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.